മണ്ടത്തരം പറയാതെ പ്രഭേ. എന്ത് മണ്ടത്തരം ഞാൻ പറഞ്ഞത്? നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതാ മണ്ടത്തരം. അല്ലെങ്കിൽ തന്നെ ഇതിൽ കൂടുതൽ ഇനി എന്ത് കുഴപ്പം വരാനുള്ളത്? ഇനിയാണ് വരാനുള്ളത്. അവരെ എന്നെ ഭീഷണിപ്പെടുത്തിയാ ഫോൺ വെച്ചത്. തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിലേ അവരെ കേസ് പൊക്കിക്കൊണ്ടുവരും. അപ്പൊ പിന്നെ മുകളിൽ നിന്ന് തീരുമാനം വരും. കൽത്തോട്ടത്തിലെ കല്ലിന്റെ അടിയിന്ന് ഇറങ്ങി ഇറങ്ങി വരും കേസുകൾ. അവസാനം ആ കല്ലറയിലിട്ട് എന്നെ കൂടി നിനക്ക് മൂടേണ്ടി വരും. അതുകൊണ്ട് എന്റെ പൊന്നു പ്രഭേ, നീ ഒന്നും മിണ്ടാതിരുന്നാ മതി. ഞാന് സ്വസ്ഥമായിട്ട് ആലോചിച്ചോട്ടെ. ഭദ്രപ്പള്ളി അനുഗ്രഹിച്ച് എലിയും മുള്ളും അറിയാതെ രണ്ടിനെയും വേർപെടുത്തണം. എന്റെ ഭദ്രപ്പള്ളി തിരുമേനി. ഭദ്രപ്പള്ളി തിരുമേനിയുടെ അനുഗ്രഹം കിട്ടി അന്ന് തുടങ്ങിയത് ആഗ്രഹപ്പിഴ. ആ പെണ്ണ് കാരണം നാണം കെടുന്നതിന് മുമ്പ് നാട് വിടുന്നതായിരിക്കും നല്ലത്. ഓ, ഒന്നും മിണ്ടാതിരിക്കൂ പ്രഭേ. ആ ശിവ, ഞാൻ നമ്മുടെ ഗസ്റ്റ് ഹൗസിലോട്ട് വന്നു. ഏയ് ഇല്ല, അവൻ ഇതുവരെ വന്നിട്ടില്ല. ഗസ്റ്റ് ഉണ്ട്, ഈവനിങ് വരുമെന്ന് സെക്യൂരിറ്റി ഷിബുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, അവള് താലി ഇട്ടോണ്ട് ഇങ്ങോട്ട് വന്ന് കേറും. ഇല്ല, അവളുടെ വർത്തമാനത്തിൽ എനിക്കങ്ങനെ തോന്നിയത്. ഇല്ല ശിവ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നടക്കില്ല. ഞാനാ പറയുന്നേ. മുന്നൂനെ വിഷമിപ്പിച്ചോണ്ട് ഈ അപർണ സിദ്ധുവിന്റെ കൂടെ ജീവിക്കാൻ നമ്മൾ ആരും സമ്മതിക്കില്ല. എന്താ മമ്മിയോ? മമ്മി അവർക്ക് ഭയങ്കര സപ്പോർട്ടല്ലേ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ സൊണാലി ബംഗ്ലാവിലേക്ക് കാല് കുത്തില്ലാന്ന് ഞാൻ മമ്മിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാ ഞാനും മുന്നും അവിടെ നിന്ന് ഇറങ്ങി പോന്നത്. പപ്പയോ? പപ്പ അറിയട്ടെ. പപ്പയെ ശിവയും കൂടെ വന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം ഉണ്ടാക്ക്. എന്റെ മമ്മിയുടെ അടുത്ത് ഞാനും മുന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മമ്മി ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇല്ലില്ല, മമ്മിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നാണം കെട്ട കാര്യങ്ങള് എന്റെ മമ്മിയോട് വിളിച്ച് പറയാൻ പറ്റുമോ? മുന്നുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ദേ, ശിവയുടെ മമ്മി വിളിക്കുന്നുണ്ട് കേട്ടോ. മധുവേട്ടാ, എന്താ പറ്റി മധുവേട്ടാ? ആമി, എന്റെ മധുവേട്ടൻ, മധുവേട്ടാ. ആമി, ആമി. ഭദ്രപ്പള്ളി തിരുമേനി, ഭദ്രപ്പള്ളി തിരുമേനി. മധുവേട്ടാ, മധുവേട്ടാ, പോയോ? പോയി പോയി. ഉറപ്പാണോ? ഉറപ്പാണ്. ഓ, എവിടെ ഞാനൊന്ന് കാണട്ടെ. ഇതെങ്ങനെ ഒപ്പിച്ച്? ഗതികെട്ടാ പുലി പുല്ലുന്നെന്ന് പറയുന്ന പോലെ ഗതികെട്ടാ മധു മിമിക്രിയും ചെയ്യും. എന്നാലും എന്റെ മധുവേട്ടാ, ഈ കഴിവൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു? കാര്യമൊക്കെ ആയോ? 100%. ഇനി അവള് ഈ വീടിന്റെ പടിക്ക് പുറത്ത് കടക്കൂല. ഇറങ്ങണമെങ്കിലേ ബാലുമോൻ തീരുമാനിക്കണം. സർ, ഞാൻ ആ കസ്റ്റാർഡ് കൊണ്ടുവന്നത് സാറിന് കഴിക്കാനാ. ആമി അത് എന്റെ കയ്യിൽ അതിനാ തന്നുവിട്ടത്. അത് മര്യാദയ്ക്ക് ആ ഓഫീസിലിരുന്ന് കഴിച്ചാ പോരായിരുന്നോ? അതാണേ സാറിന്റെ മമ്മി കഴിച്ചു. മമ്മി എന്നിട്ട് എന്നെ വിളിപ്പിച്ചു. അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ? അത് കാരണം സാറിന്റെ ബെഡ്റൂം വരെ എനിക്ക് കയറേണ്ടി വന്നു. എന്നെ അങ്ങോട്ട് തള്ളി വിട്ടത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്ത. തള്ളി വിട്ടെന്നോ? താൻ അങ്ങോട്ട് തള്ളിക്കേറി വന്നതല്ലേ? ഓ പിന്നെ, ഞാനങ്ങനെ ആരുടെയും കിടപ്പുമുറിയിലൊന്നും കയറാറൊന്നുമില്ല. സാറിന്റെ കുഞ്ഞമ്മ കോഫിയും തന്ന് എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടതാ, കൈ ഒഴിവില്ലെന്നും പറഞ്ഞു. എന്തൊരു സ്നേഹവും വാത്സല്യായിരുന്നു. എന്നിട്ട് എന്റെ വീട്ടിലെ കുഞ്ഞമ്മ വായാടിയാ ആ ചോരയാ എന്റേത്. എന്തൊക്കെ ആക്ഷേപമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ വീട്ടിലുള്ളവരെക്കാളും വായാടികളാ സാറിന്റെ വീട്ടിലെ കുഞ്ഞമ്മയും ചേട്ടത്തിയമ്മയും. ഒരു രക്ഷയില്ല. അവരുടെ വായിന്ന് വീഴുന്ന വാക്കുകൾ പോലും സ്വർണ്ണ പതക്കം പതിച്ചാ ഇങ്ങോട്ട് പോരുന്നത്. കഷ്ടം. ഒന്ന് വായടച്ചിരിക്കാവോ? ഇത് നേരത്താണോ എനിക്കിത് തോന്നിയത്? കോള് വരുന്നുണ്ട്. ഹലോ ആമി. അപ്പു, നീ ഇവിടെ എത്തി? ഞാനിപ്പോ എത്തും ആമി.
എത്തുമെന്ന് പറഞ്ഞ ഇപ്പൊ എവിടാ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ എത്തും. പെട്ടെന്ന് വന്നേ, പെട്ടെന്ന് വാ നീ. ആ, ഞാൻ ഇപ്പൊ വരാം. ഒരു അരമണിക്കൂർ. അല്ല, റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാ. ആ, ആമി, ലൊക്കേഷൻ അയക്കാൻ പറ. സർ, ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയി. ചാർജ്. ആ, സന്തോഷം. സർ, നമുക്ക് നേരെ തന്നെ പോവാം. നേരെ പോവാൻ തനിക്ക് വഴിയറിയാവോ? അല്ല, എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോയാലോ സർ? സൊനാലിയിലേക്കോ? വന്ന വഴി തിരിച്ച് പോവാം. ബെസ്റ്റ്. അതെ, അവിടെ അങ്ങനെ റിലാക്സ് ചെയ്തിരുന്നാ മതിയോ? എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. വഴിയോ? വഴി തെറ്റിച്ചോണ്ടോന്നല്ലേ? ഇനി ഞാൻ ഏത് വഴിയാ നോക്കണ്ടേ? വന്നു പെരുവഴിയായി. അടുത്തെങ്ങാനും വല്ല വീടുണ്ടെങ്കിൽ അവരെ വിളിച്ചുണർത്തി നമുക്ക് വല്ല പമ്പിൽ എങ്ങനെ പോയി ഡീസൽ അടിക്കാം. ആ, കൊള്ളാം. ഈ വന്ന ഇത്രയും ദൂരത്തിനിടയിൽ ഏതെങ്കിലും വീട് കണ്ടായിരുന്നോ? പാതിരാത്രി വീട് അന്വേഷിക്കാൻ നടക്കുന്നു. പിന്നെ എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്ന് താൻ തന്നെ പറ. അതെ, സാറിന് ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നാ മതി. എന്നെ എങ്ങനെയെങ്കിലും എന്റെ വീട്ടിലേക്ക് എത്തിക്കേ. വീട്ടിലെത്തിക്കാനോ? ഞാനേ സൂപ്പർമാനും മിന്നൽ മുരളിയൊന്നും അല്ല തന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോവാൻ. പാമ്പ് കടിയിട്ടി ചത്തില്ല ഭാഗ്യം. അവിടെ എങ്ങനെ പോയിരിക്കും? അല്ല, കാറിലെങ്ങാനും പോയി കിടക്ക്. നേരം വിളക്കുമ്പോഴേ പാടത്ത് പണിക്കാർ വരും. അവരോട് വഴി ചോദിച്ച് എന്തേലും ചെയ്യ്. സാർ എന്തൊക്കെയാ പറയുന്നേ? വന്ന വഴി തിരിച്ചു നടന്നു നോക്കിയല്ലോ. വെളിച്ചമുള്ള സ്ഥലത്ത് ആരെങ്കിലും കണ്ടാ എങ്ങോട്ടാ വഴി നിന്ന് ചോദിച്ചു മനസ്സിലാക്കാലോ. ആ, ഞാനില്ല പാമ്പേടി കൊണ്ട് ചാവാൻ. ഇഴജന്തുക്കളൊക്കെ ഉള്ള സ്ഥലവാ. ഇഴജന്തുക്കളെയൊന്നും എനിക്ക് പേടിയില്ല. അതിനേക്കാളും വലിയ വിഷമുള്ളതിന്റെ കൂടെ ഇരിക്കുന്നു. എന്താ? കേൾക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടു. കേട്ടെങ്കിൽ നന്നായി. അതെ, എങ്ങോട്ട് പോവാ സാർ? സിദ്ധു സർ, ഏയ്, എങ്ങോട്ട് പോവാ? സാർ ഇത് എങ്ങോട്ടാ സാർ? താരു കാര്യം ചെയ്യ്, കാറി കയറിയിരി. ഞാൻ അങ്ങോട്ടൊന്ന് നടന്നു നോക്കട്ടെ. റോട്ടിലെങ്ങനെ എത്തുവാണെങ്കിൽ മനുഷ്യനോ കാണുവാണെ ഡീസൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാലോ. ട്രെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അല്ല വേണ്ട, അങ്ങോട്ട് പോവാം. ഞാൻ ഒറ്റയ്ക്കായി പോകുന്നു. ഒരു കാര്യം ചെയ്യ്, താനേ കാറിന്റെ അകത്ത് കയറിയിരി. ലോക്ക് ചെയ്തിരുന്നു. ഇപ്പൊ എന്താ അവസ്ഥ? ഫോൺ സ്വിച്ച് ഓഫ് ആണോ അതോ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണോ? ഫോൺ ഓഫാ. അപ്പൊ അവിടെ മനഃപൂർവ്വം ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. മധുരേട്ട ഏത് എക്സിബിഷനാന്ന് അറിഞ്ഞ അവിടേക്കൊന്ന് വിളിച്ചു ചോദിക്കായിരുന്നു. അല്ലെങ്കിൽ ഈ വണ്ടി എടുത്ത് പോയെന്ന് അന്വേഷിക്കായിരുന്നു. ഇത് ആർക്കറിയാം? അവള് എക്സിബിഷനൊന്നല്ലോ പോയത്. അവള് മുതലാളിമാരുടെ വീട്ടിൽ കയറി ഇറങ്ങാന്നല്ലേ ബാലുമോൻ എന്നോട് പറഞ്ഞത്.
അത് ഏത് മുതലാളിയാന്നങ്ങ് അന്വേഷിച്ചാ പോരെ മധുവേട്ടാ. എന്റെ പൊന്നാമി, ആ കൊച്ചു ശരിക്കും എങ്ങോട്ടാ പോയത്? ഇനിയെങ്കിലും സത്യം പറ. അവളെ അപ്പു ഒരു എക്സിബിഷൻ പോയിട്ടില്ല. മുതലാളിമാരെന്ന് ബാലുമോൻ ഉറപ്പോടുകൂടി എന്നോട് പറഞ്ഞത്. ഐ, അത് ഞാനും എന്റെ ചെവി കൊണ്ട് കേട്ടതല്ലേ. അത് ആമിയും കേട്ടതാണ് ഇല്ലേ? ബാലുമോൻ പറഞ്ഞത് ശരിയാ. അവള് പോയത് സൊനാലി ബംഗ്ലാവിലാ. ഈശ്വര, മധുവേട്ട കേട്ടോ? അവള് പോയത് സൊനാലി ബംഗ്ലാവിലാന്ന്. നമ്മുടെ ചെറുക്കൻ പറഞ്ഞത് എത്ര ശരിയാണ്. മുതലാളിമാരുടെ അടുത്തേക്കാ പോയതെന്ന് അവൻ പറഞ്ഞില്ല അനുഗ്രഹിച്ച്. അങ്ങോട്ട് പോയത് എന്തിനാന്ന് ചോദിക്കും മധുവേട്ട. കണ്ടുവോ? നമ്മുടെ ചെറുക്കൻ പറഞ്ഞേന്ന് സത്യം പുറത്തു വരുന്നത് കണ്ടുവോ? സത്യം പറ, അവൾ എന്തിനാ അങ്ങോട്ട് പോയത്? അവിടുന്ന് അവളുടെ സാറിന്റെ മമ്മി വിളിച്ചിട്ട് പോയതാ, കസ്റ്റാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ. ഓ, കസ്റ്റാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ. ഈ വെളുപ്പിൽ ഒരുങ്ങി കെട്ടി. ഇപ്പൊ സമയം എന്തായി ആമി? രാത്രി 10:30 മണി കഴിഞ്ഞ്. ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ്. എന്റെ പൊന്നും അതുമായിട്ട് ആ സൊനാലിയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കും. സാറിന്റെ അമ്മ ഇങ്ങോട്ട് വിളിച്ചൊരു നമ്പറുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. ഓ, അവരിങ്ങോട്ട് വിളിക്കുകയും ചെയ്ത്. ഇതുവരെ കസ്റ്റാർഡ് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? എന്നാ കസ്റ്റാർഡ്? അതുവേട്ടാ, സംഗതി ഏറ്റെന്ന് തോന്നുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് അവന്റെ ബാധ കയറും. നല്ലതാ. രണ്ടും കൂടെ മീറ്റിംഗാന്ന് പറഞ്ഞോണ്ട് വണ്ടി എടുത്തോണ്ട് അങ്ങ് പോവും. ഒന്നുകിൽ അവൻ വണ്ടി എടുത്തോണ്ട് പോകുമ്പോ അവളും കൂടെ പോവും, അല്ലെങ്കിൽ ഒരുമിച്ച് പോവും. മീറ്റിംഗാ പോലും ഓഫീസിൽ അറിയാത്തൊരു മീറ്റിംഗ്. അവസാനമേ ഈ മുന്നു പിന്നാലെ പോയി. എവിടാ പോയെന്ന് അറിയണമല്ലോ. അങ്ങനെ പോയി കണ്ട് അവള് തന്നെ എടുത്ത ഫോട്ടോ ആയത്. ഇതാ കണ്ടു നോക്ക്. കണ്ടോ, ബോസും സ്റ്റാഫും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണോ? ആണോന്ന്. ഈശ്വര, ഇതെവിടെ വെച്ച്? ബീച്ചില്. ആ കടൽപ്പാലമില്ലേ, ഒരു മനുഷ്യൻ പോലും ചെല്ലാത്ത സ്ഥലം. അവിടെ അസമയത്ത്. ഇതിവള് കൊണ്ട് കാണിച്ചിട്ടേ 2 ആഴ്ചയായി. മിണ്ടാത്തതാ. ഈ കാര്യം ഓഫീസിൽ വെച്ച് കാണിച്ചതിന് ഇവളെ എന്തെല്ലാം ചീത്ത പറഞ്ഞെന്നറിയോ സിദ്ധു? അതെല്ലാം പോട്ടെ, നമ്മുടെ കമ്പനിയുടെ വെൽഫെയർ ഗ്രൂപ്പിലെ ഷെയർ ചെയ്ത് കൊണ്ട് നടന്ന് ആഘോഷിക്കുക. ഇത് പപ്പയും മമ്മിയും മാത്രമേ ഉള്ളൂ ഇനി അറിയാൻ. അവളും അവനും കൂടെ ഉള്ള അഴിഞ്ഞാട്ടം. ഇങ്ങത്താ അഴിഞ്ഞടിയെങ്കിൽ നന്നായി. രണ്ടിനെയും കൂടെ പിടിച്ചങ്ങ് കെട്ടിക്ക്. ഓ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ പപ്പയോട് പറഞ്ഞങ്ങ് കെട്ടിക്കായിരുന്നു. ഇതിപ്പോ രണ്ടും കൂടെ ഒളിച്ചോടിയതാ. നാണക്കേടാവും. ഇനിയിപ്പൊ രാവിലെ എല്ലാരും കൂടെ വിളിച്ച് എന്താന്ന് വെച്ചാ അങ്ങ് തീരുമാനിക്കും. ഒന്നും മിണ്ടാതിരിക്കും സുജാതെ. എവിടെ പോയാലും അവൻ വരുമല്ലോ, അതുവരെ ഒന്ന് സമാധാനിക്കും. അങ്ങനെ മനസ്സമാധാനമായിട്ട് ഇരിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ അവളുടെ വീട്ടുകാരെ ഒരു തവണ വാൺ ചെയ്തതാ. ഇതൊക്കെ നിർത്തിക്കൊള്ളാനും പറഞ്ഞതാ. ഇനി ഈ ഫോട്ടോയെ അവളുടെ വീട്ടുകാർക്കും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാ അറിയട്ടെ. വേണ്ട, ഇപ്പൊ അത് ഇട്ട് കൊടുക്കണ്ട. ഇട്ട് കൊടുക്കണ്ടെന്നോ? എന്തിനാ വെച്ചോണ്ടിരിക്കുന്നേ? അവരെ അറിയണം. ഇനി അവരും കൂടെ ചേർന്നിട്ടാ ഈ കളിയെങ്കിലേ ഇന്നോടെ തീരണം. ഇല്ലെങ്കിൽ ഈ ഫോട്ടോയ്ക്ക് ആൻസർ തരണം. ഞാൻ ഇട്ടു കൊടുക്കാൻ പോവാ. പാടി ഇങ്ങോട്ട്. ചേട്ടത്തി എന്തിനാ തടസ്സം നിൽക്കുന്നെ? ഇനി ആ വീട്ടുകാരോട് അറിയണ്ടേ? എല്ലാത്തിനും ഒരു തീരുമാനമാവുമല്ലോ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു ആഘോഷമായിട്ട് നടത്തായിരുന്നു. ഞാൻ എന്തായാലും സുന്ദരേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ആ, സാർ ഇറങ്ങി സംസാരിക്കുന്നുണ്ടോ അമ്മയോട്? ഇല്ലടോ, താൻ തന്നെ ചെന്ന് പറഞ്ഞാ മതി. ചെല്ല്. കാല് സൂക്ഷിക്കണേ.
അമ്മേ. എന്നാ കാണ് കാണ്. മതിയോ? ഇതെന്താ? ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചേക്കണതാണല്ലേ? അല്ല, യഥാർത്ഥത്തിലുള്ള ഫോട്ടോ തന്നെയാ. ഞാനും സിദ്ധു സാറും ഈ ഫോട്ടോയിലുള്ളത്. എന്റെ പൊന്നോ, ഈ പെണ്ണിന്റെ ധൈര്യം നോക്കാമീ. ഇതൊന്നും ചങ്കൂറ്റല്ലാമീ. നിക്കകളില്ലാതായപ്പോ നടത്തുന്ന ഒരു ഏറ്റുപറച്ചിൽ, അത്രയേ ഉള്ളൂ. ആമി, ഈ ഫോട്ടോ എങ്ങനെയാ ഉണ്ടായതെന്ന് ഇവരോട് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. പക്ഷെ ആമിക്ക് എന്നെ മനസ്സിലാവും. ആമിക്കറിയാം ഞാനൊരു തെറ്റും ചെയ്യില്ലെന്ന്. ഇതെങ്ങനെയാ ഉണ്ടായെന്ന് ആമി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. എടി 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 എടി, ആ പാവത്തിന് ഇനിയും കള്ളം പറഞ്ഞ് പറ്റിക്കാന്ന് നീ വിചാരിക്കരുത്. അവരിനി നിന്നെ വിശ്വസിക്കൂല. ആമി, ഈ ഫോട്ടോ എങ്ങനെയാ ഉണ്ടായതെന്ന് പറയാനാ അന്ന് സിദ്ധു സാർ ഇവിടെ കയറി വന്നത്. നിങ്ങൾ അന്ന് കല്യാണാലോചന നടത്തിയ സമയത്ത് ഈ ഫോട്ടോയുടെ കാര്യം പറയാനാ സാറ് വന്നത്. നിങ്ങൾ അതിന് അവസരം കൊടുത്തില്ല. ഈ ഫോട്ടോ കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കാതിരിക്കാൻ അതെങ്ങനെ സംഭവിച്ചതെന്ന് വിശദമായിട്ട് പറഞ്ഞ് ക്ഷമ പറയാനാ സാർ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അതന്ന് കേൾക്കാൻ ആരും തയ്യാറായില്ല. കൊള്ളാം. എന്നിട്ടാണ് നീ നിന്റെ ബോസും കൂടി മുറ്റത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. ആമി, എനിക്ക് ഇവരോടൊന്നും സംസാരിക്കണ്ട. ആമിക്ക് ഇത് ബോധ്യപ്പെടുമെങ്കിൽ 100% സത്യമാ. എന്റെ ആമിയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. നിക്കി, നീ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലാത്തവളാണെങ്കിൽ ദേ ഈ ഇരിക്കുന്ന ഫോട്ടോ കണ്ടോ? നിനക്ക് വേണ്ടി ജീവൻ കളഞ്ഞ നമ്മുടെ ബാലുമോൻ. അവന്റെ മുമ്പിൽ തെറ്റ് പറ്റിയെങ്കിൽ ഏറ്റു പറ. നീ വഴുതിട്ട് പോവാന്ന് മനസ്സിലാക്കി നമ്മുടെ ബാലുമോനുണ്ടല്ലോ, ഒരു നിവൃത്തിയില്ലാതെ പാവം എന്റെ മധുവേട്ടന്റെ ശരീരത്തിൽ അനുഗ്രഹിച്ച് കേറി. അവൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ നിനക്ക്? നീ അങ്ങനെ കണ്ട വഴി പോവാൻ അവൻ സമ്മതിക്കത്തില്ല. തെറ്റുപറ്റിയെങ്കിൽ അവന്റെ മുമ്പിൽ ഏറ്റു പറ. എന്താ നീ നോക്കിയിരിക്കണേ? ഇവരെന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയാ? ബാലുമോന്റെ ആത്മാവ് കൊച്ചച്ചനിൽ കയറി. അവന്റെ ശബ്ദത്തിലാ കൊച്ചച്ചൻ സംസാരിച്ചത്. എന്തേലും പറയാനുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ പറ. എല്ലാവരോടും വീട് കൂട്ടിയിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് വരാനുള്ള കാരണം എന്താ? നീ പൊട്ടം കളിക്കല്ലേ സിദ്ധു? ഞങ്ങളെ എല്ലാരും കൂടെ പൊട്ടം കളിപ്പിക്കല്ലേ? നീ വലിയ വാശി പിടിച്ച് വണ്ടിയെടുത്ത് പോയല്ലോ അവളെ വിളിച്ച്. ഈ വാശിക്ക് മറുപടി ഇങ്ങനെയാണോ തരുന്നേ? ആണോ? ഞങ്ങളുടെ കാര്യം പോട്ടെ, നീ നിന്റെ മമ്മിയുടെ കാര്യം എന്താ ആലോചിക്കാത്തെ? നീ എവിടെ പോയാലും ദിവസം 2-3 തവണ മമ്മിയെ വിളിക്കുന്നതല്ലേ നീ? മല കയറാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോഴും നിന്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് ഒരു കപ്പ് കോഫി കുടിക്കാതെ നീ ഉറങ്ങിയിട്ടുണ്ടോ? ആ മമ്മി ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഉരുകുമായിരുന്നു. മമ്മി, ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ. ആ പെണ്ണിനെ വിളിച്ചു വരുത്തിയ സത്യം എന്താണെന്ന് അറിയാൻ പറ്റും. ഭാവനെ, നീ നിർത്ത്, അവൻ പറയട്ടെ. ഭാവനയുടെ കയ്യിലിരിക്കുന്ന ആ ഫോട്ടോയുടെ ആൻസർ കൂടി നീ എനിക്ക് തരണം. നീ എന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പപ്പ വന്നിട്ട് പപ്പയായിട്ടൊരു തീരുമാനം എടുത്തോളും. എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും നിന്റെ കാര്യം. നിങ്ങൾ എല്ലാരും കൂടെ പേഴ്സണലി എന്നെ അറ്റാക്ക് ചെയ്യോ? വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്ന പോലെയാണല്ലോ. ഞാൻ തെറ്റൊന്നും ചെയ്യാത്തോടത്തോളം കാലം എനിക്ക് ഏത് കാര്യവും ആരുടെ മുമ്പിലും തുറന്നു പറയാം. പക്ഷെ പറയുന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നില്ല. മമ്മി, പല കാര്യങ്ങളും ഒരേ സമയത്ത് മാർഗതടസ്സമായിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഓവർകം ചെയ്യാൻ പല വഴികളും നോക്കും. എന്റെ ഫോണിന്റെ നെറ്റ് കട്ടായി, വണ്ടിയുടെ ഡീസലും തീർന്നു. ആഹാ, ഭേഷ്, കൊള്ളാം, ഗംഭീരം. പറ പറ പറ. എടി പ്രതിഭേ, നീ ഇങ്ങ് വന്നേ, കഥ കേക്ക്. നീ ഒന്നും മിണ്ടായിരുന്നേ, അവൻ പറയട്ടെ. മമ്മി, ചേട്ടത്തെ പറഞ്ഞോട്. എനിക്കിത് മമ്മിയെ മാത്രം പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സിദ്ധു, നിനക്ക് പറയാനുള്ളത് നീ ഭാവനയുടെ മുന്നിൽ തന്നെ പറയണം. എല്ലാവരുടെയും മുന്നിൽ പറയണം. മമ്മി, ഇത്രേ ഉള്ളൂ. ഞാൻ ആ കുട്ടിയെ കൊണ്ടുപോകുന്ന വഴി ബ്ലോക്കായി. അവിടുന്ന് ഒരു ബൈറോഡിൽ കയറി. ആ ആൾതാമസോ വഴിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ പെട്ടുപോയി. നെറ്റും കട്ടായി. ആ അനിയും കുഞ്ഞു വണ്ടിയിൽ ഡീസൽ അടിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞതാ.
ഞാനത് വിട്ടുപോയി മമ്മി. ഞങ്ങൾ അവിടെ വണ്ടി ഇട്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ ഒരു വെട്ടവും വെളിച്ചമില്ലാത്ത സ്ഥലമാ, ഒരു മനുഷ്യനെയും കാണാനില്ല. ആ കുട്ടിക്കാണെങ്കിൽ കാലിന് വയ്യാതെയായി. ചാർജ് ഇല്ലാത്തോണ്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തോണ്ട് നിങ്ങളൊന്നും വിളിച്ചു പറയാൻ പറ്റിയില്ല. അത്രേ സംഭവിച്ചുള്ളൂ. ആ നേരം പുലർന്നപ്പോഴാണ് മനസ്സിലായത് വണ്ടി നിൽക്കുന്ന ഒരു വയലിന്റെ കരയിലാണ്. പാടത്ത് വന്ന് 1-2 ചെറുപ്പക്കാരാ പോയി ഡീസലും മേടിച്ച് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. മമ്മി ഈ പറഞ്ഞതൊക്കെ മമ്മി വിശ്വസിക്കുന്നുണ്ടോ? സിദ്ധു എന്നോട് കള്ളം പറയാറില്ല. ആ ഇതാ കുഴപ്പം. എങ്ങും തൊടാതെ ഇത്രയും വലിയൊരു നുണ പറഞ്ഞപ്പോഴേക്കും മമ്മി അതങ്ങ് ആക്സെപ്റ്റ് ചെയ്തു. എന്റെ മമ്മിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എടാ മോനെ, നീ ഇനി ആരെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമില്ല. നിന്റെ മനസ്സിൽ എന്താണെന്നും സത്യം എന്താണെന്നും ഈ കുഞ്ഞിക്ക് അറിയാടാ. അത് കുഴപ്പമൊന്നുമില്ല. ഈ കാലം വെച്ച് എങ്ങനെ ഓഫീസിൽ ചെല്ലുന്നത്? മാത്രല്ല മോള് പറയുന്നത് പോലെ ഇല്ലാത്ത കഥകള് പറഞ്ഞു വലുതാക്കി കളയോ എല്ലാരും കൂടി. പറയുന്നവര് പറയട്ടെ ആമി, എനിക്കതില് ഒരു പേടിയില്ല. സിദ്ധു സാറിന് എന്നെ വിശ്വാസമുണ്ട്, എനിക്ക് സാറിനെ. അതിനേക്കാൾ ഉപരി സാറിന്റെ മമ്മിക്ക് ഞങ്ങളെ രണ്ടുപേരെയും, ഇപ്പോ ആമിക്ക്. പിന്നെ ഇനി ആരെന്തു പറഞ്ഞാലെന്താ? ഇനി കുറച്ചു നേരം കിടന്നു മോള്. മോളെ എന്താ ആമി? ഈ സിദ്ധു സാറിന് ഒരു പെൺകുട്ടികളോട് ഇഷ്ടമല്ലെന്നല്ലേ മോള് പറഞ്ഞത്? ആ പക്ഷേ എന്റെ മോളോട് ആ മനുഷ്യന് ഇഷ്ടമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ബെസ്റ്റ്, കൊള്ളാം. മോക്ക് ശരിക്കും സാറിന് ഇഷ്ടമല്ലേ? ആമയുടെ മുഖത്ത് നോക്കി പറ. ഇഷ്ടം, 100 വട്ടം ഇഷ്ടം. എന്റെ ഡിസൈൻസിനെ സാർ ഇഷ്ടപ്പെടുന്ന പോലെ എന്റെ മനസ്സിനെ എനിക്ക് നഷ്ടപ്പെടാതെ ചേർത്ത് പിടിച്ചിരിക്കുന്നില്ലേ എം ഡി? ആ എം ഡിയോട് എനിക്ക് ബഹുമാനമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് വേറൊന്നുമില്ല കേട്ടോ. അതെ മോളെ, ഇനി എന്തുവാ? സാറിന് നിന്നെ ഇഷ്ടമാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞ മോൾ എന്ത് മറുപടി പറയും? എന്തോ പറഞ്ഞ? സാറിന് എന്നെ ഇഷ്ടമാണെന്ന്. ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല ഈ വീട്ടിൽ. വഴക്കാണോ? അതോ വീണ്ടും ബാധ കൂടിയോ? അടുക്കളയിൽ വന്ന് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതിന്റെ ബാക്കിയാ മേളില്. എന്തേലും കാര്യം പറഞ്ഞേൽപ്പിച്ച കേൾക്കാനാളില്ല. നാളെ എന്തായാലും കണിയാരെ ഒന്ന് വിളിച്ചു വരുത്താന്ന് വിചാരിക്ക. ബാലുമോൻ ഇങ്ങനെ ഇരിപ്പിടം കിട്ടാതെ അലഞ്ഞു നടക്കുവാന്നാ കണിയാര് പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ, കൊച്ചച്ഛന്റെ ശരീരത്തിൽ കയറി ഓരോന്നിങ്ങനെ വിളിച്ചു പറയുക. മോള് ജോലിക്ക് പോകുന്നതൊന്നും അവന് ഇഷ്ടമല്ലായിരിക്കും. അതിനെ അനിഷ്ടമാണെങ്കിൽ കണിയാരോട് കൂടി ഒന്ന് ചോദിക്കട്ടെ. അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതല്ലേ നല്ലത്. ആമി, നമ്മൾ ഇതൊക്കെ വിശ്വസിക്കണോ? വിശ്വസിക്കണം മോളെ. ബാലുവിന്റെ അച്ഛന്റെ ശരീരത്തിലെ അപ്പൂപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേറുമായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടാ. നമ്മളത് വിശ്വസിച്ചല്ലേ പറ്റൂ. നമ്മുടെ ബാലുമോൻ പറയുന്നത് പോലെ ബാലുമോന്റെ ആത്മാവിന് ശാന്തി കിട്ടാനായി അവര് പറയുന്നത് മുഴുവൻ നമ്മൾ അനുസരിക്കണം. ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ചോണ്ടല്ലേ അവനങ്ങ് പോയത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ. അവനങ്ങ് പോയെങ്കിലും ആ ആത്മാവ് നമ്മളുടെ അടുത്ത് തന്നെയുണ്ട് മോളെ. അവന് പറയാനുള്ളത് നിന്റെ കൊച്ചച്ഛൻ വഴി അവൻ നമ്മളോട് പറയുന്നതാ. എന്റെ പൊന്നാമി, ഇതൊന്നും വിശ്വസിക്കല്ലേ. അയ്യോ,
മോളെ അങ്ങനൊന്നും പറയല്ലേ. അതിന്റെ ദോഷം നിനക്കൂടാ. എന്റെ ആമി, ബാലുച്ചേന്റെ ആത്മാവ് എന്റെ അച്ഛന്റെ ദേഹത്ത് കേറിയെന്ന് പറയുന്നതൊക്കെ തട്ടിപ്പാ. ചേട്ടച്ചാര് പറയുന്നതേ നാളെ കഴിഞ്ഞിട്ട് പോരാന്ന്. പഴയ ക്ലയൻസ് അല്ലേ, അവർക്ക് അവരുടേതായ ചിട്ടയുണ്ടെന്നാ പറയുന്നത്. എല്ലാം വെരിഫൈ ചെയ്ത് ലീഗൽ സെക്ഷന്റെ ഫുൾ സപ്പോർട്ടും വാങ്ങിക്കാതെ എഗ്രിമെന്റ് ചെയ്യത്തില്ലെന്ന്. അതുകൂടെ കഴിയാതെ അവര് വിടത്തില്ല. അതിന് തിടുക്കം പിടിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ക്ലിയർ ചെയ്തിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അതെങ്ങനാ മനസ്സമാധാനം കൊടുക്കുവോ? ചേട്ടത്തി അനിയത്തിയും കൂടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വിളിയോട് വിളി. എന്തായാലും ചേട്ടത്തി ഇവിടെ നടന്ന കാര്യങ്ങള് അവിടെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ആ ഫോട്ടോയുടെ കാര്യമേ. അതെന്താ സുജാതെ അത് മാത്രം പറയാത്തെ? ചെറുക്കന് വേറെ കണക്ഷൻ ഉണ്ടെന്ന് പപ്പയോട് പറയാൻ പറ്റുമോ? മുന്നൂനെ അവന്റെ തലയിൽ വെച്ച് കെട്ടാൻ നടക്കുമല്ലേ. എന്നാ പിന്നെ സിദ്ധുവിന് വേറെ ഇഷ്ടമുണ്ടെന്നങ്ങ് പറഞ്ഞാ പോരെ? ഈ വിനയൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോവുമല്ലോ, അല്ല ചേട്ടത്തി? അതിന് സിദ്ധുവിന് അപർണയോട് ഇഷ്ടമുണ്ടെന്ന് അവൻ തുറന്നു പറയണ്ടേ? അവനോട് സംസാരിച്ചതിന്ന് എനിക്ക് മനസ്സിലായത് അപർണ അവനൊരു സ്റ്റാഫ് മാത്രമാണെന്നാ. എന്തുവാ ചേട്ടത്തി, സ്റ്റാഫ് ആണെങ്കിൽ ഇങ്ങനെ കൊണ്ട് നടക്കുവോ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് രണ്ടുപേർക്കും കൂടിയേ ആ കുട്ടിയുടെ വീട് വരെ ഒന്ന് പോയാലോ? ഒരു ആലോചന നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് വെക്കുന്നു. സോനാലി ബംഗ്ലാവിൽ നിന്നുള്ള ആലോചനയില്ലേ, ചില്ലറ കേസല്ല. സോനാലിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമായ പെണ്ണെ MD-യുടെ ഭാര്യ ആകുവാണെന്ന് അങ്ങോട്ട് കയറി പറയണം. ചാടി ഇങ്ങ് വീഴാണ്ടിരിക്കുവോ അവര്? അത് ശരിയാ ചേട്ടത്തി. അങ്ങനെ ഉണ്ടെങ്കിലേ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പോകും. എന്തു പറയുന്നു? ഏയ്, അതൊന്നും വേണ്ട. അവനോട് ചോദിക്കാതെ ആലോചനയുമായിട്ട് അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അല്ലാതെ ആ കുട്ടിയുടെ മനസ്സിലെന്താണെന്ന് ഞാൻ അതിനോടൊന്ന് ചോദിക്കട്ടെ. എന്നാലേ നമുക്കൊരു കാര്യം ചെയ്യാം. ആലോചനയായിട്ട് പോണ്ട. കസ്റ്റേർഡ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ ആ കൊച്ചിനെ ഒന്നുകൂടി ഇങ്ങോട്ട് വിളിപ്പിച്ചാലോ? വേണ്ട വേണ്ട, അങ്ങനൊന്നും വിളിച്ചാൽ ആ കുട്ടി വരില്ല. അത്രയ്ക്ക് ആക്ഷേപിച്ചും വേദനിപ്പിച്ചുവാ അന്നീ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അല്ലാതെ അതിനോട് സംസാരിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെ സുന്ദരേട്ടാ, അവരുടെ ആ ബിസിനസ് നടത്തുന്ന ഷോപ്പില്ലേ, അവിടെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട്. അതെ, എന്റെ മമ്മ ഇപ്പൊ വരുവേ. സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. മുന്നു വിളിക്കാൻ പോയിരിക്കുക. ദേവിക എന്നെ വിളിച്ചായിരുന്നു. ഒറ്റയ്ക്കാണോ വരുന്നത്? ഒറ്റയ്ക്കല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും വരാനുണ്ടോ അവിടുന്ന്? പിന്നെ എനിക്കെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാനൊരു കാര്യമുണ്ട്. മറ്റേ പെണ്ണുമായിട്ടുള്ള സിദ്ധുവിന്റെ ഒരു ഫോട്ടോയുടെ കാര്യമുണ്ടല്ലോ, അവന്റെ വഴിവിട്ട പോക്കും അത് മമ്മ അറിയരുത്. പപ്പയെ അറിയിക്കാത്തതിന്റെ കാരണം അറിയാലോ.